ഇനി പുരാണങ്ങളുടെ ആഖ്യാനത്തിന് കാരണമായ ഋഷിമാരുടെ സംഘത്തിൻ്റെ തലവനും ശൗനകനായിരുന്നു. ശൗനകാദി മഹർഷിമാർ സഹസ്ര സംവത്സരം നീണ്ടു നിൽക്കുന്ന സത്രം ദീക്ഷിക്കുന്നിടത്താണ് രൗമഹർഷണി വരുന്നത്. രോമഹർഷണ പുത്രനായ സൂതൻ. ആ സൂതനെയാണ് അവർ സ്വീകരിച്ച് ബഹുമാനിച്ച് ഇരുത്തി, അഗ്രാസനം കൊടുത്തിരുത്തി. സൂതദൂത മഹാഭാഗ സർവ വേദവിദാംബര എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഉച്ചാസനം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. രൗമഹർഷണി, രോമഹർഷണ പുത്രനായ ഉഗ്രശ്രവസ്. നീ കുതിരയെ തെളിച്ച് വന്നാണല്ലോ, കുതിരക്കാരെ മാറിയിരിക്കേ, ഞങ്ങളൊക്കെ വലിയ സവർണരാണ്, ബ്രാഹ്മണരാണ് എന്നാണോ പറഞ്ഞത്? അല്ല, ബഹുമാനിച്ച് അറിവിനെ പൂജിച്ച് ഉയർന്ന ആസനം കൊടുത്തിരുത്തി എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് നമ്മുടെ വൈദിക സംസ്കൃതി, ഭാരതീയ സംസ്കൃതി.